2 തിമോഥെയോസ് അധ്യായം 4. ദൈവത്തിന്റെയും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായവിധി നടത്തുവാനിരിക്കുന്നവനുമായ ക്രിസ്തു യേശുവിന്റെയും മുമ്പാകെ അവിടുത്തെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി ഞാൻ നിന്നോട് ദൃഢമായി കൽപ്പിക്കുകയാണ്. വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും സന്നദ്ധനായിരിക്കുക. എത്രയും ക്ഷമയോടും ഉപദേശത്തോടും കൂടെ കുറ്റബോധം വരുത്തുക, ശാസിക്കുക, പ്രബോധിപ്പിക്കുക. മനുഷ്യർ പഥ്യോപദേശം കൈക്കൊള്ളാതെ സ്വന്തം മോഹങ്ങൾക്കൊത്ത വിധം കേൾക്കാൻ ഇമ്പമുള്ളവ പറഞ്ഞു കേൾപ്പിക്കുന്ന ഉപദേഷ്ടാക്കന്മാരെ വർദ്ധിപ്പിക്കുന്ന കാലം വരുന്നു. അന്ന് അവർ സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. നീയോ സകലത്തിലും സംയമനശീലനായിരിക്കുക, കഷ്ടത സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ പൂർണ്ണമായി നിറവേറ്റുക. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി സൂക്ഷിച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ നാളിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവിടുത്തെ പ്രത്യക്ഷതയ്ക്കായി വാഞ്ചിച്ചിട്ടുള്ള എല്ലാവർക്കും കൂടെ. എത്രയും വേഗം എന്റെ അടുക്കലെത്തുവാൻ ഉത്സാഹിക്കുക. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് തെസലോനിക്കയിലേക്ക് പോയി. ക്രേസ്കേസ് ഗലാത്യയ്ക്കും തീത്തോസ് ദൽമാത്യയ്ക്കും പോയിരിക്കുന്നു. ലൂക്കോസ് മാത്രമേ എന്റെ കൂടെയുള്ളൂ. ശുശ്രൂഷയിൽ എനിക്ക് പ്രയോജനമുള്ളവനാകയാൽ മർക്കോസിനെ കൂട്ടിക്കൊണ്ടുവരിക. തിഹിക്കോസിനെ ഞാൻ എഫെസോസിലേക്ക് അയച്ചു. നീ വരുമ്പോൾ ത്രോവാസിൽ കർപ്പോസിന്റെ അടുക്കൽ ഞാൻ വെച്ചിട്ട് പോന്ന പുറം കുപ്പായവും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും കൊണ്ടുവരണം. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവൻ ചെയ്തതിന് തക്കവണ്ണം കർത്താവ് അവന് പകരം നൽകും. നമ്മുടെ വാക്കുകളെ അവൻ ശക്തിയായി എതിർത്തതുകൊണ്ട് നീയും അവനെക്കുറിച്ച് ജാഗ്രതയുള്ളവനായിരിക്കണം. എന്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എന്നെ സഹായിച്ചില്ല. എല്ലാവരും എന്നെ കൈവിട്ടു. അത് അവർക്കെതിരെ കണക്കിടാതിരിക്കട്ടെ. എന്നാൽ കർത്താവ് എനിക്ക് തുണനിന്ന് വചനം സമ്പൂർണമായി ഘോഷിക്കുവാനും സകല വിജാതീയരും അത് കേൾക്കുവാനും തക്കവണ്ണം എന്നെ ശക്തിപ്പെടുത്തി. അങ്ങനെ സിംഹത്തിന്റെ വായിൽ നിന്നും ഞാൻ വിടുവിക്കപ്പെട്ടു. കർത്താവ് എന്നെ സകല ദുഷ്ടതകളിൽ നിന്നും വിടുവിച്ച് തന്റെ സ്വർഗീയ രാജ്യത്തിനായി സൂക്ഷിക്കും. അവിടത്തേക്ക് എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. പ്രിസ്കയ്ക്കും അക്വിലാവിനും ഒനേസിഫൊറോസിന്റെ കുടുംബത്തിനും വന്ദനം പറയുക. എരസ്തോസ് കൊരിന്തിൽ താമസിച്ചു. ത്രോഫിമോസിനെ ഞാൻ മിലേത്തോസിൽ രോഗിയായി വിട്ടേച്ചു പോന്നു. ശീതകാലത്തിന് മുമ്പേ ഇവിടെ എത്താൻ നീ പരമാവധി ശ്രമിക്കണം. യൂബുലോസും പുദേസും ലീനോസും ക്ലൗദിയയും സകല സഹോദരരും നിന്നെ അഭിവാദനം ചെയ്യുന്നു. കർത്താവ് നിന്റെ ആത്മാവോടുകൂടെ ഇരിക്കട്ടെ. കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ.